പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് മുനാഫിഖീങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നു. ഒന്നാമത്തെ സ്വഭാവം തന്നെ അവർ ശിർക്ക് ആരോപിക്കുന്നു എന്നതാണ്. കണ്ടതിനെയൊക്കെ ശിർക്കാക്കി. ഏതുവരെ അവർ ശിർക്കാരോപണം നടത്തി. ശിർക്ക് എന്താണ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നു. ഏതുവരെ അവർ ശിർക്കാരോപണം നടത്തി എന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവർ, മുത്തുനബി മുഹമ്മദ് ശിർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുകയാണ്. എന്റെ കയ്യിലുള്ള തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരവസരത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണത്? മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്. ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചവനായി. ഇത് പറയുമ്പോഴാ അന്നത്തെ മദീനയിലെ മുനാഫിക്കീങ്ങൾ മീറ്റിംഗ് കൂടി പറഞ്ഞ വാക്കെന്തറിയോ? فقال المنافقون لقد قارب هذا الرجل الشرك. ആരെക്കുറിച്ചാ പറഞ്ഞത്? വിശുദ്ധമായ മക്കയിൽ ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ തൗഹീദിന്റെ പതാക പാറിപ്പറപ്പിച്ച മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ അള്ളയാകാനുള്ള പരിപാടിയാണ്, ശിർക്കിലേക്ക് അടുത്തിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ ഇത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ എഴുതി വെച്ചതാണ്. നിങ്ങൾ നോക്കു പ്രിയമുള്ളവരെ, ഇതേ ഒരു സ്വഭാവം ഇന്ന് ആരിലാ ഉള്ളത്? കൃത്യമല്ലേ കാര്യം? കണ്ടതിനെയും കേട്ടതിനെയും ശിർക്ക് 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 എന്ന് പറഞ്ഞ് എല്ലാ പുണ്യകർമ്മങ്ങളെയും തള്ളിക്കളയുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാട് ആർക്കാ ഉള്ളത്? നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ബിദ്അഈ പ്രസ്ഥാനമായ സലഫികൾക്കല്ലേ, മുജാഹിദുകൾക്കല്ലേ, ജമാഅത്തെ ഇസ്ലാമിക്കല്ലേ, തബ്ലീഗ് ജമാഅത്തിനല്ലേ, എല്ലാ അവാന്തര വിഭാഗങ്ങൾക്കല്ലേ അതുള്ളത്? എല്ലാം എല്ലാം ശിർക്കാക്കി. ശിർക്ക് ഒന്നും പുണ്യകർമ്മം ഉണ്ടാവില്ല. എന്ത് ചോദിച്ചാലും പറയും അത് ശിർക്കല്ലേ. നമുക്കൊന്ന് മൗലൂദ് ഓതിയാൽ അത് ശിർക്കല്ലേ. നമുക്ക് അള്ളാഹിനോട് തന്നെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് അള്ളാൻ എന്നെ ഒരു 100 വട്ടം അള്ളാന്ന് വിളിച്ചാലും അങ്ങനൊന്നും വിളിക്കാനൊന്നും പറഞ്ഞിട്ടല്ലോ. ഒരു മജ്ലിസ് ഉണ്ടാക്കി ഇങ്ങനെ വിളിക്കാൻ അതൊന്നും പാടില്ല, ബിദ്അത്താണ്. ആ നിസ്കാരെല്ലാം കഴിഞ്ഞിരുന്നിട്ട് നമുക്കൊന്ന് ദുആയിരുന്നാലോ, കൂട്ടുപ്രാർത്ഥന വലിയ ബിദ്അത്താ. എന്തെങ്കിലും ഒരു നന്മ ഉണ്ടോ? എല്ലാം ശിർക്കും ബിദ്അത്താക്കി തള്ളിക്കളയാണ്. അതേ മുത്തുനബിന്റെ മുഖത്ത് നോക്കിയിട്ട് വരെ ശിർക്ക് പറഞ്ഞ മുനാഫിഖിന്റെ അതേ ശൈലി സദസ്സിലുള്ള നിങ്ങൾ പറയുക, അവർ മുനാഫിഖീങ്ങളുടെ അനന്തരാവകാശികളല്ലെങ്കിൽ, ആ പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ ആരാണ്? നിങ്ങളെ ശ്രദ്ധ ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ പ്രസംഗിച്ച ചുയലി അബ്ദുള്ള മൗലവിയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലെ കണ്ടന്റാണ് ഞാൻ ഇവിടെ കാര്യമായി അവതരിപ്പിക്കുന്നത്. എന്നാലും വിഷയത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി, സദസ്യർക്ക് നല്ലൊരു പഠനം ലഭിക്കാനും വേണ്ടി അതിനുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി കൊണ്ടുവരാം. ഞാൻ പറഞ്ഞത് എന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം.
ഞാൻ പറഞ്ഞ വിഷയം കണ്ടതിനെയൊക്കെ ഏതൊരു സാധാരണക്കാരനിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലുള്ള അത് നല്ല കാര്യമാണ് എന്ന് ഒരു ഖുർആൻ ആയത്ത് പോലും ഓതി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാകുന്നതിൽ വരെ ഇവർ ശിർക്കും കുഫറും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നിങ്ങൾ നേരത്തെ കേട്ട ക്ലിപ്പുകളായിരിക്കാം, എന്നാലും വിഷയത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു ക്ലാരിഫൈക്ക് വേണ്ടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. അതിലാർക്കാണ് വിഷമമുള്ളത്? അതിലെന്താണ് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാലോ, പ്രശ്നമൊന്നുമില്ല. മുത്തുനബി പറഞ്ഞ വിഷയം കൂടിയാണ് ഈ ഭൗതികമായ ചികിത്സ. അതൊന്നും ഒരു വിഷയമല്ല. പരസ്യമായി സ്ത്രീകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു മൗലവി പറയുന്നു, നിങ്ങൾ ഹോസ്പിറ്റലിലാണോ ഭാര്യനെ പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്? നിങ്ങൾ കാഫിറായി മുശ്രിക്കായി ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് മൗലവി വരട്ടെ. പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. കേട്ടോ, എന്തിനെയാണ് ഈ മൗലവി ശിർക്കാക്കിയത്? ഡോക്ടറിന്റെ അടുത്തേക്ക് ഭാര്യനെ ഹോസ്പിറ്റൽ പ്രസവിക്കാൻ കൊണ്ടുപോയ അവിടെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ചോദിക്കൂലേ, അല്ല മനുഷ്യ, നിന്റെ മുഖത്ത് കണ്ണടയില്ലേ? ആരാ കണ്ണട വെക്കാൻ പറഞ്ഞത്? ടെസ്റ്റാക്കിയിട്ടല്ലേ വെച്ചത്? ഡോക്ടർ പറഞ്ഞിട്ടല്ലേ? ഇത് കേവലം ഒരു പ്രസവത്തിന് മാത്രമാണോ നിങ്ങൾക്ക് ശിർക്കും കുഫ്റും ഓർമ്മ വരുന്നത്? ഈ കന്നഡ വെക്കുമ്പോൾ എന്തേ അത് ഓർമ്മ വരാത്തത്? ആ മൗലവിനോട് ചോദിക്കാനെന്ന് ആരും അവിടെ ഉണ്ടായില്ല. ഓർ വിചാരിച്ചത് ഇത് വലിയ കാര്യപ്പെട്ടൊരു കാളി പറയുന്ന ഓർ വിചാരിച്ചു. എത്ര നിസ്സാരമാക്കിയിട്ടാ തള്ളിക്കളയുന്നു. ഷിർക്ക് എന്ന വളരെ ഇസ്ലാമിൽ ഗൗരവമായ ഒരു നിയമത്തിനെ ലാഘവത്തോടെ പന്ത് കളിക്കുന്നത് പോലെ കളിക്കുകയല്ലേ ഇവർ? തീർന്നോ? അടുത്തതായി നിങ്ങൾ നോക്ക്, നന്മ ചെയ്തത് കൊണ്ട് ഒരാൾ ഷിർക്കിലേക്ക് പോവോ? എന്നാ പുതിയ ഒരു കൗതുകം, ഒരു അത്ഭുതം കേട്ടോളൂ. ഒരാള് 33, നമുക്കറിയാം 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും 33 ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു. ഒരു ദിക്ർ ഒരാൾക്ക് 34 ആയാലോ കാഫിറായി എന്നാണ് ഒരു മൗലവി പറയുന്നത്. ആ മൗലവി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നാ പറയുന്നത്. എന്താ ചെയ്ത തെറ്റെന്താ? 34, 33 ഉള്ളിടത്ത് 34 ദിക്ർ ചൊല്ലി. ഇത് ദീനാണോ കൂട്ടരെ? ഇത് ദീനാണോ? ഇവിടെ ആരോ എഴുത്ത് കൊടുത്തിട്ടുണ്ടത്രേ, ഞങ്ങൾ പരിപാടി വെക്കുമ്പോ നിങ്ങൾക്ക് എന്തിനാ ബേജാറ്? ഞങ്ങളെ ബേജാറ് പറഞ്ഞോട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറ്റിലേക്ക് കല്ല് വെച്ച് കെട്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ? അവിടുത്തെ കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പുമാറുമാറു വിധം ഈ ഇസ്ലാമിന് വേണ്ടി ശക്തമായ
പോരാട്ടത്തിന്റെ വീതി തീർത്ത ഇന്നലകളിൽ കഴിഞ്ഞുപോയ സ്വഹാബിമാർ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് കല്ലേറുകൊണ്ട് പല പല അക്രമങ്ങളെ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരിഞ്ച് പോലും അതിനെ പിറകോട്ടും മുന്നോട്ടും കൊണ്ടുപോകാതെ കൃത്യവും വ്യക്തവുമായി ഈ തലമുറക്ക് സമ്മാനിച്ചവരല്ലേ സ്വഹാബത്തെ കിറാം. ആ പരിശുദ്ധമായ ദീനിനെയല്ലേ ഇവർ ഇത്രയും ലാഘവത്തോടെ കളിപ്പാവ പോലെ തട്ടിക്കളിക്കുന്നത്? 34 ദിക്ർ ചൊല്ലിയ ശിർക്ക്. എന്നൊരു മൗലവി പറയുന്നത് തല മൊട്ടയടിച്ചാലും ശിർക്ക്. കേട്ടോ? കിതാബേറെ സ്വഭാവം നബി പറഞ്ഞത് തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലു കിതാബേറെ സ്വഭാവം നബി പറഞ്ഞത് തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലു കിതാബേറെ സ്വഭാവം നബി പറഞ്ഞത്. കേട്ടല്ലോ? തല മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. ഇതൊന്ന് ആയത്തൊന്ന് ഓതിയിട്ട് തെളിയിക്കണോ? ഏതൊരാൾക്കറിയില്ല ഓന് വേണമെങ്കിൽ തല മൊട്ടയടിക്കാം. മുടി വളർത്തുമ്പോ ഒരുപോലെ വളർത്തണം, ഒരുപോലെ വെട്ടിച്ചുരുക്കുമ്പോ ഒരുപോലെ വെട്ടിച്ചുരുക്കണമെന്നേ ഉള്ളൂ. ഇതിനായത്തോ ഹദീസോ ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞു കൊടുക്കണോ? ഏതൊരാൾക്കറിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ശിർക്കും കുഫറും ഇവർ കളിപ്പാവയ. ഇവർ എവിടെങ്കിലും സ്റ്റേജ് കയറിയിട്ട് ഇത് ശിർക്ക് എന്ന് പറയുമ്പോ ചിരിച്ചങ്ങ് പോയാൽ മതി. എന്തേ? അത് അവർക്കൊരു അത് ദീനുമായൊരു ബന്ധവുമില്ല. അടുത്തതാണ് ഇവിടെ വന്ന മൗലവിയാണ്. ആ മൗലവി കാലങ്ങളോളമായി അദ്ദേഹം പറഞ്ഞു നടക്കുന്ന ഒരു തമാശ അദ്ദേഹം ഗൗരവത്തിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഏകദേശ നാട്ടിലും മുസ്ലിമും തീരെ ഉണ്ടാവില്ല. അദ്ദേഹം പറയുന്നത് എന്തറിയോ? ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് 2 പ്രാവശ്യം പോയ കാഫിറായി ഷിർക്കായി. അദ്ദേഹം പറയട്ടെ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും, ഡോക്ടർ മരുന്ന് തരും, സൂക്കേട് 3 ദിവസം കൊണ്ട് മാറും. പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പൊ തന്നെ അതേ ഡോക്ടറത്തേക്ക് പോവും. അതിനൊക്കെ വലിയ ശിർക്ക് വരെ എന്താ ഉള്ളത്? നിന്റെ വിശ്വാസം എന്താണ്? ഞാനിത് സാധാരണ പറയാറുണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു മുസ്ലിയാര് അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ മാത്രമേ കാണാറുള്ളൂ അധികവും. അങ്ങനെ ആ ഡോക്ടർ തോക്ക് ശിർക്കാന്ന് പറഞ്ഞില്ലേ, ഇവൻ വട്ടനാണ്, ഇവൻ പിരാന്തനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണ്, ഇവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവനല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നൊരു കേൾക്കാറുണ്ട്. അധികം അതേ കേൾക്കാറുള്ളൂ. എന്താ സംഭവം? ആശുപത്രിയിൽ നിന്ന് വിളി വന്നു, അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന്. പിന്നെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം, പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്കോ, പെട്ടെന്ന് പോകും. ഏത് ഡോക്ടറത്തേക്കാ സാർ? ഏതെങ്കിലും പോ, നീ പോ, വിട്, വണ്ടി വിട്. അങ്ങനെ ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് കണ്ട ഡോക്ടർ, അതൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ നടാ ഒരു ഡോക്ടറെ ബോർഡ് കയറാം. ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സുഖം മാറി. ഇയാൾ ചെയ്തത് ഇപ്പൊ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തു. അള്ളാഹു അതിൽ ശിഫാ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സുഖം അതുകൊണ്ട് മാറി. ആ മരുന്നിന് അള്ളാഹു ശിഫാ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സുഖം മാറി. 6 മാസം കഴിഞ്ഞു, അതേ സുഖട് കുട്ടിക്ക് വന്നു. അതേ സുഖട് വന്നു കുട്ടിക്ക്. ഒട്ടും താമസിച്ചില്ല, ഭാര്യ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു, കുട്ടിയും കുട്ടി ഭാര്യയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറത്ത് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാബ് 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. കണ്ടോ? ആ പാവം എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരു ഹോസ്പിറ്റൽ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക്, നമ്മളിപ്പോഴും ഒരു ഫയാസ് ഡോക്ടറല്ലേ, നമ്മൾ എത്ര പ്രാവശ്യം പോകും. അതാ ഞാൻ പറഞ്ഞു, ഈ കണക്കിൽ ആരെങ്കിലും മുസ്ലിം ഉണ്ടാവും? ഇത് ദീനാണോ? ഇത് ദീനാണോ? ഇത് ദീനല്ല എന്ന് പറയാൻ സ്റ്റേജ് കെട്ടി ആയത്തും ഹദീസും ഓതി ഒച്ചപ്പാടാക്കേണ്ടതുണ്ടോ? ഇല്ല. ഇത് ദീനാണോ? ഇങ്ങനെ തമാശ വെറും അവരുടെ ദേഹേച്ഛകൾക്ക് വേണ്ടി എന്തൊക്കെ വിളിച്ചു പറയാ, എന്നിട്ട് അതൊക്കെ ശിർക്കും കുഫറും കലർത്തുക.
ഇതൊക്കെ ഖാലിഖുല്ലാത്താന്നൊക്കെ വിചാരിച്ച് കൊണ്ട് നടക്കുന്ന ചിലർ. ഇദ്ദേഹത്തിന്റെ കഥ എന്താ പറയുക, ഇത് ഇവിടെ പ്രസംഗിച്ച് നിങ്ങൾ ഇത് ഫുള്ള് കേൾക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ഒരു മദ്രസ, ഒരു 5ാം ക്ലാസ്സിന്റെ മദ്രസയുടെ വിദ്യാർത്ഥിയുടെ അറിവ് പോലും, ഞാൻ തമാശ പരിഹസിക്കല്ല, അറിവ് പോലും ഇല്ല എന്ന് കൃത്യമായി നിങ്ങൾക്ക് തെളിയും. ഇദ്ദേഹം 7 ആൺമക്കളാണ് ഇദ്ദേഹത്തിന്. ചുയലി അബ്ദുള്ള മൗലവി എന്നാണ് പേര്. ഈ മക്കൾ ഇങ്ങനെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, ഇത്രയെല്ലാം വിവരക്കേട് പറഞ്ഞിട്ട് മൂപ്പരെ ധാരണ ഞാനൊക്കെ അമ്പിയാക്കൾ അനന്തരാവകാശിയാണ്. ആര്? ഇയാള് അമ്പിയാക്കളെ അയാളെന്നെ സ്വയം പറയാണ്. മക്കളെ കണ്ടില്ലേ, പ്രവാചകന്മാർക്ക് ഇന്ന പ്രവാചകൻ ഇത്ര മക്കൾ, ഇന്ന പ്രവാചകൻ ഇത്ര മക്കൾ, എനിക്കതാ 7 മക്കൾ, അതേ പാരമ്പര്യത്തിൽ ഞാനിതാ. എന്നിട്ട് മൂപ്പര് ഒരു കറാമത്തും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തമാശക്ക് എന്തെല്ലാം പറയും, അപ്പൊ അത് കാര്യമാവും. ഇത് ഗൗരവത്തോടെ മക്കളിരുന്ന് കേൾക്കാൻ കേട്ടു നോക്കി. എന്നാലും ഇത്ര പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും 2 ആമക്കളും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും 1 ആൺമോനും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും 2 ആമക്കളും, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും 12 ആമക്കളും, മർയം അലൈഹി സ്വലാത്തു വസ്സലാമും 1 ആൺമോനും. അങ്ങനെ ചരിത്രത്തിന്റെ അവസാനത്തെ ബാക്കി 21ാം നൂറ്റാണ്ടിൽ ചുഴലി അബ്ദുള്ള മൗലവിയും മക്കളും. അതേ കുട്ടികളെ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ തമാശ തന്നെയാ പറയല്, അതൊക്കെയാണ് കാര്യമായത്. പിന്നെ ഞാനിങ്ങനെ പറയും ഓരോന്ന്, അതൊന്നും ഏറ്റെടുത്തു. ഇതെങ്കാലും നമ്മുടെ ഒരു ഉലമാവ് പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ ഇവർ വരൂല, അത് ഷിർക്കാണ്, ഓർക്കെന്തും പറയാം. ഇങ്ങനെ തമാശക്ക് ലൗൽ മഹ്ഫൂസ് നോക്കി പറഞ്ഞതെന്നാ പറഞ്ഞു മൂപ്പര് സംസാരിച്ച. ഇത് കേൾക്കുമ്പോ, ഇതിന്റെ മുമ്പത്തെ ക്ലിപ്പ് കേൾക്കുമ്പോ നമുക്ക് തന്നെ തോന്നാണ് മൂപ്പര് ശരിക്കും ഒരു റാഹത്തിലുള്ള ആളാണോ, എന്തെങ്കിലും പ്രശ്നം മൂപ്പർക്ക് ഉണ്ടോ. അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നൂലേ ഇത്തരത്തിലുള്ള ഈ സംസാരത്തിൽ. മൂപ്പരെന്നെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പ്രസംഗം ഫുള്ള് കേട്ടപ്പോ മൂപ്പരെന്നെ ഈ ചുയലി എന്നെ പറയുന്നുണ്ട്, ചുയലി എന്ന് പറഞ്ഞ അതൊരു രോഗാണ്. എന്നിട്ട് മൂപ്പരെന്നെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹു ആ രോഗത്തെ തൊട്ട് കാക്കട്ടെ. കേട്ടോ, പരിഗണിച്ചുകൊണ്ടാണ്, ഹിദായത്തിനെ പരിഗണിച്ചുകൊണ്ടല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഈ ഇരിക്കുന്നവരിൽ തന്നെ ചിലർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും മുൻധാരണ വെച്ചുകൊണ്ടാണ് കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ എന്നാലും ചൊയ്ലി അല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ ചൊയ്ലി രോഗം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രോഗമാണ്. അല്ലാഹു തആല രോഗത്തെ തൊട്ട് എല്ലാവരും കാക്കട്ടെ. മൂപ്പരെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയില്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ മൂപ്പരെ ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നോ അതാ ചീത്ത പറഞ്ഞു. മൂപ്പരന്നെ അതിന് പരിഹാരവും പറയുന്നുണ്ട്. ഈ രോഗത്തിന് എന്താ ചെയ്യേണ്ടത് അത് മൂപ്പരന്നെ പറഞ്ഞു, ഇവിടെ പറഞ്ഞതാണ്. കേട്ടോൾ. യുക്തിവാദം, നിരീശ്വരവാദം എന്ന് പറഞ്ഞ മാനസിക രോഗമാണ്. ഫീ ഖുലൂബിഹിം മർദുൻ. അതിന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഖണ്ഡന പ്രസംഗമോ വാദപ്രതിവാദമോ ഒന്നും ഉപകരിക്കുകയില്ല. ആ മാനസിക രോഗത്തിന് ഇപ്പൊ അലോപ്പതിയിൽ നല്ല ചികിത്സയുണ്ട്. കുതിരവട്ടത്തോ ഉളമ്പാറക്കോ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് 2 മാസം ഗുളിക കൊടുത്താൽ സൂക്കടങ്ങ് മാറിക്കോളൂ. ഈ യുക്തിവാദ സൂക്കേട് കറക്റ്റ്. അത് മൂപ്പർ ചെയ്യണമെന്ന് മാത്രം. ഇതെല്ലാം പറയുമ്പോ, ഈ വിവരക്കേടും ഇതൊക്കെ പറയുമ്പോ സദസ്സിലുള്ള ആൾക്ക് കഴിഞ്ഞ ഈ 1-ാം തീയതി അല്ലെ, 1-ാം തീയതിന്റെ പരിപാടിയും തോന്നി, സദസ്സിലുള്ള ആൾക്ക് തന്നെ തോന്നി ഇമാതിരി പറച്ചർ പറഞ്ഞ ഞങ്ങൾ അഡ്രസ് ഉണ്ടാവൂലെന്ന്. ഒരാൾ സൂചിപ്പിക്കുന്നുണ്ട്, മൗലവി ലൈവുണ്ട് മൗലവി, അത് നമുക്ക് കേൾക്കുന്നില്ല. മൂപ്പരതിന് എന്താണ് ക്യാമറ ഉണ്ടല്ലേ, ക്യാമറ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ക്യാമറ ഒക്കെ ഉണ്ട് അറിഞ്ഞപ്പോ, പാവം വയസ്സല്ലേ, ചിലപ്പോ പെട്ടെന്ന് സംസാരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ നല്ല ഉഷാറായിട്ട് നല്ല ആയത്തൊക്കെ ഓതി നല്ല ഒരു എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് പറയുമെന്ന്. അതൊന്നുമില്ല, 10 മടങ്ങ് സ്ട്രോങ്ങിലങ്ങ് കുഫറും ശിർക്കും എല്ലാരും അടിച്ചങ്ങ് ആക്ഷേപിക്കും. 10 മടങ്ങ് ക്യാമറന്റെ അഡ്രസ് ഇല്ല.
അവൻ പറഞ്ഞതേ വന്നു. മൂപ്പർ ഉഷാറായിട്ട് അങ്ങ് ശിർക്കാരോപണം. മൂപ്പര് പറഞ്ഞു ഈ പള്ളിയിലുള്ള മുക്രിക്ക മുഅദ്ദിനൊക്കെ കാഫിറാണ്. മാത്രല്ല അവരെ ഷഹാദത്ത് ബാത്തിലാണ്. എന്തുകൊണ്ട്? അവർ മക്ബറയിൽ പോയി അൽ ഫാത്തിഹ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മൊല്ലാക്കന്മാരൊക്കെ ഷഹാദത്ത് ബാത്തിലായവരാണ്. ഈ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞതാ. കേട്ടോളി. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ മുനാരത്തിൽ വെച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്ക് കഴിഞ്ഞു. അപ്പോഴേക്കും പള്ളിന്റെ മുറ്റത്തൊരു കാർ വന്നു നിന്നു. തൊട്ടടുത്തൊരു ദർഗയുണ്ട്. ആ കാറിൽ കുറച്ച് ആൾക്കാർ വന്നിറങ്ങി. മുഅദ്ദിൻ വന്നിട്ട് ചോദിച്ചു, എന്താ വിഷയം? നമുക്കൊന്ന് ദർഗയിലേക്ക് പോകണം. മുഅദ്ദിൻ അവരെയും കൂട്ടി ദർഗയിൽ കയറി അൽ ഫാത്തിഹ, നിങ്ങളെ ബർക്കത്ത് കൊണ്ട് ചോദിക്കാൻ കുറച്ച് ആള് വന്നിട്ടുണ്ട്. നിങ്ങൾ കനിയണം, നിങ്ങൾ കൃപ കാണിക്കണം, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ശുപാർശ പറയണം. അൽ ഫാത്തിഹ. ഷഹാദത്തിൽ ലംഘിച്ചില്ല അയാള് മുനാരത്തിൽ വെച്ച് പറഞ്ഞത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പം പറഞ്ഞത് ദർഗയിലെ തങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്ന്. അയാളെ ഷഹാദത്ത് ബാത്തിലായില്ലേ? അയാൾ അതൊക്കെ കരാറ് ലംഘിച്ചില്ലേ? എന്താ കാര്യം മനസ്സിലാക്കാത്തത്? മിമ്പറുകളിൽ ഷഹാദത്ത് കേട്ടോ, ഷഹാദത്ത് ബാത്തിലായി എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം അല്ല. ഇയാൾ മുടിപ്പിന്റെ പ്രസംഗത്തിനും പറയുന്നുണ്ട് കൂടുതൽ ഷഹാദത്ത് 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 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അതൊക്കെ മൂപ്പര് അറിഞ്ഞിട്ടേ പറയാണ്. ഷഹാദത്തൊക്കെ അറിയുന്നുണ്ടാവും. സത്യത്തില് മൂപ്പർക്ക് ഷഹാദത്തിന്റെ അർത്ഥം അറിയില്ല. ഞാനാകെ നെട്ടിപ്പോയി. ഷഹാദത്തിന്റെ അർത്ഥം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിന്റെ മയന എന്ത് എന്ന് ചോദിച്ചാൽ ഈ സദസ്സ് മുഴുവനും പറയില്ലേ? ആരാ പറയാത്തത്? എല്ലാവരും പറയും. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. മദ്രസയിൽ ഞങ്ങൾ പഠിക്കല്ലേ നമ്മൾ അല്ലേ? എന്നാ മൂപ്പര് അർത്ഥം വെക്കുന്നത് പിന്നെ മൂപ്പര് ഈ ശിർക്കും കുഫറാക്കാതിരിക്കോ? മൂപ്പര് എന്തോന്ന് വിചാരിച്ച് ഷഹാദത്ത് മൂപ്പര് അർത്ഥം വെക്കുന്ന കേട്ടോളൂ. ഷഹാദത്ത് ബാത്തിലാക്കിയ വഴി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പുനർനിർമ്മിക്കണം. അതാണ് സലഫിയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദുർബലപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഷഹാദ? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അല്ലാഹ് ഉറപ്പ് കൊടുക്കുന്നു. എന്താ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ അത് എന്റെ അല്ലാഹുവിനോട് മാത്രമേ പറയുകയുള്ളൂ. എന്റെ അല്ലാഹനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ. കേട്ടോ, അങ്ങനെ ഒരു മായനുണ്ട്. ഉസ്താദ്, മഹാനായ മൂളൂർ ഉസ്താദ് ഇവിടെയുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അങ്ങനെ ഒരു മായന, ഒരു കീല പോലും കാണിക്കാൻ കഴിയോ? ഇനി ചുയലി ഇതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചുയലിയോട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അർത്ഥം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ വേണ്ട, ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഒരു വാക്കുകൊണ്ട് അങ്ങനെ ഒരു മഅന ഷഹാദത്ത് കലിമക്കുണ്ട് എന്ന് തെളിയിക്കാൻ ചുയലി അബ്ദുള്ള മൗലവിക്കും അതിനെ കൊണ്ടുവന്നവർക്കും സാധ്യമാണോ? കഴിയില്ല. ഇതൊക്കെ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, ആ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നേ ഉള്ളൂ, അതിൽ ഷഹാദത്ത് സംഭവം ഈ ഷഹാദത്താ, ഇസ്ലാമുമായി ബന്ധമില്ലാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരെവിടെയെങ്കിലും സ്റ്റേജിൽ കയറി ഷിർക്ക്, തൗഹീദ്, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തോ വേറെ കടയിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ദീനുമായി അതിനൊരു ബന്ധവുമില്ല. കേരളത്തിലൊരു മൗലവി ഉണ്ടായിരുന്നു, സക്കരിയ സ്വലാഹി. സക്കരിയ സ്വലാഹി എന്ന മൗലവി മരിച്ചുപോയി. മൂപ്പരെ മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പ്, അവരുടെ കേരളത്തിലെ സംഘടന, മുജാഹിദ് സംഘടനയിൽ നിന്ന് പുറത്തിട്ടു. ആരെ? സക്കരിയ സ്വലാഹി. എന്തിന് പുറത്താക്കിയെന്നറിയാം? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല. പിന്നെയോ പുറത്താക്കിയ ശേഷം അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. എന്നെ പുറത്താക്കി എന്തിനെന്നറിയോ? ഞാൻ ഇമാമിങ്ങളെ പേരിൽ പച്ചക്ക് ഷിർക്ക് എന്ന് പറയാത്തത് കൊണ്ട്.
സാധാരണ മൂപ്പര് ഷിർക്ക് എന്ന് പറയുന്നതിന്റെ സ്പെഷ്യലിസ്റ്റാണ്. ഈ മൗലവിയെ പോലെ തന്നെ മൊത്തത്തിൽ ഷിർക്ക് പറയുന്ന ആളാണ്. കണ്ടതിനും കേട്ടതിനും ഷിർക്ക് പറയുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ചില ഇമാമിങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഷിർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു പോയി. അപ്പൊ അതിനു വേണ്ടി എന്നെ പിടിച്ച് പുറത്തിട്ട് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷേ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, നേരത്തെ പറഞ്ഞ മൗലവി, ആ മൗലവിന്റെ വിവരം ഇവിടെ വന്ന ഷുയലി മൗലവി, ഇയാൾ അങ്ങനെ പുറത്താക്കിയതാ സക്കരിയ സലാഹി. ഷുയലി മൗലവിയെ സംഘടനയ്ക്ക് എടുക്കുന്നേ ഇല്ല എന്നാണ്. മുജാഹിദിന്റെ ഒരു സംഘടനയിലും പെർമിഷൻ ഇല്ല. അതറിയില്ല നിങ്ങൾക്ക്? ഈ SKSM എന്ന് പറയുന്ന ഇവിടെ പരിപാടി വെച്ച ഇവരില്ലേ സലഫികള്, സത്യത്തിൽ അവർ കേരളത്തിലെ KNM-ന്റെ ഒരു ഭാഗമാണ്. പക്ഷെ KNM-ഉം അവിടുത്തെ എല്ലാ സംഘടനയും ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പറ്റൂല. നിങ്ങൾ എടുക്കാ ചരക്കാണ്. നിങ്ങളുടെ വാദങ്ങളൊന്നും ഞങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരിനെ വലിയ പൊട്ടത്തരം പറയുന്ന ടീമാണ്. ഇദ്ദേഹത്തിന്റെ പൊട്ടത്തരം കേട്ടിട്ട് അവരെ നെട്ടിപ്പോയി. അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് എടുക്കൂല. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു ചെറിയ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മൂപ്പര് ഇങ്ങനെ പ്രസംഗിക്കും. നാളിൽ കഴിയുന്ന ഇത്ര ആഫിയത്തിലും ആവേശത്തിലും ഷിർക്ക് ഇങ്ങനെ പറയും. ഞാൻ വെറുതെ പറഞ്ഞല്ല, അതാ KNM-ന്റെ ലീഡറാ, സ്റ്റേറ്റ് ലീഡർ, മുജാഹിദ്, കേരളത്തിലെ മുജാഹിദ് സംഘടനയുടെ കുപ്രസിദ്ധി നേടിയ ഹനീഫ് കായക്കോടി തന്നെ ആ വിഷയം പറയുന്നുണ്ട്. കേട്ടോ, നിർഭീകമായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി, മുജാഹിദ് പ്രസ്ഥാനവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി, കേരള ജമിയത്തുൽ ഉലമയുടെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി. കേട്ടോ, KNM-ന്റെയോ അവരുടെ പണ്ഡിത സഭയായ താടിയും വയസ്സും എത്ര പഴക്കമുള്ള മൗലവിയല്ലേ, ഇന്ന് വരെ മെമ്പർഷിപ്പ് ഇല്ല. അവരെ ജമിയത്തുൽ ഉലമയിൽ വരെ മൂപ്പർക്ക് സ്ഥാനമില്ല. അവിടെ ആരെങ്കിലും വേദി കൊടുക്കരുത്. നിങ്ങൾ നോക്കിയ കേരളത്തിന് മൂപ്പർക്ക് ഒന്നും പരിപാടി ഇല്ലല്ലോ. ഈ ചങ്ങായിമാർക്ക് നേരം വെളുത്തി ലോറി ഇങ്ങനെ കൊണ്ട് നടക്കണം. അതാ ഈ SKSM ശരിക്കും KNM-ന്റെ കീഴ്ഘടകമാണെങ്കിൽ സംഘടനാപരമായി അവർ ചെയ്യുന്നത് തെറ്റല്ലേ? സംഘടന പുറത്താക്കിയ ആളെ പിന്നെ പരിപാടി കൊണ്ട് കഥയില്ലല്ലോ. കഥയില്ലാത്തവരോട് എന്ത് ചോദിക്കാൻ? ഇനി പറയുന്ന കേട്ടോളി, ഞാൻ എന്റെ വിഷയം മറക്കരുത്. ഷിർക്കും കുഫറും ഇവർക്ക് ഒരു കളിപ്പാവയാണ്. അതൊരു മൗലവി പറയുന്നത്. ഷിർക്കാന്നെപ്പോ മരിച്ചവരെ വിളിച്ചാലാ ഷിർക്കാവല്. മനസ്സിലായോ? മരിച്ചുപോരെ വിളിക്കുന്നതിന്റെ പേരാണ് ഷിർക്ക്. ഓക്കെ, മനസ്സിലായോ? മരിച്ചുപോരെ വിളിക്കുന്നതിന്റെ പേരാണ് ഷിർക്ക്. കേട്ടോ, അപ്പൊ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇലാഹ് എന്ന് വിചാരിച്ചിട്ട് വിളിച്ചാലോ ഷിർക്കാവൂല. ഒരു ജാമ്യവും മാന്യത പറയാൻ ഇവർക്ക് ഒക്കണ്ടേ? കാരണം നാലാള് കൂടി മീറ്റിംഗ് കൂടിയിട്ട് ദൈനംദിന ഓരോരോ നിയമം തീരുമാനിക്കല്ലേ ഇവരെ നൂറുകണക്കിലെ പുസ്തകങ്ങളിൽ ഒരു മട്ടത്തിലെത്തിക്കാൻ നോക്കുമ്പോ ഒരു പുസ്തകത്തിൽ ഷിർക്ക് ഒന്ന് പറയാം, പിന്നെ ഒരു പുസ്തകത്തിൽ പിന്നെ ഏതാ നമ്മൾ സ്വീകരിക്കുക? നമുക്ക് തന്നെ കൺഫ്യൂഷൻ. ഒരാളെ 10 ആളെ മുന്നിൽ ഇവരെ ഷിർക്ക് ഇതാണെന്ന് പറയാൻ നമുക്കൊരു മനസാക്ഷി വേണ്ടേ? അത് കിട്ടൂല. 10 ബുക്കിൽ 10. ഒരു ബുക്കിൽ കാണാം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് ഷിർക്ക്. പിന്നെ ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ചോദിക്കലാണ് ഷിർക്ക്. എങ്ങനെ സഹായിച്ചു എന്നറിയാതെയുള്ള തേട്ടമാണ് ഷിർക്ക്. മറന്ന വഴിയോടുള്ള പ്രതീക്ഷയാണ് ഷിർക്ക്. കാണാത്തവരെ വിളിക്കലാണ് ഷിർക്ക്. ഇപ്പൊ പറഞ്ഞു മരിച്ചവരെ വിളിക്കലാണ് ഷിർക്ക്. ആ ഷിർക്കിന് കഥൊന്നുമില്ല. അത് ഈ സിർക്ക് എന്ന് പറയുന്നത് ബിരിയാണിക്കിടുന്ന അങ്ങനത്തെ ഒരു സാധനം മനസ്സിലാക്കിയാണ്. ഇതെല്ലാം ഷിർക്ക് പറഞ്ഞപ്പോ ഇപ്പൊ പ്രസംഗിച്ച ഈ ബാലുശ്ശേരി മൗലവിയെ എല്ലാരും കൂടിയിട്ട് പറഞ്ഞു നീ ഷിർക്കിലാണ്. അപ്പൊ ചോദിക്കുന്നത് ഷിർക്കല്ലാത്തതിന് ഷിർക്ക് എന്ന് പറഞ്ഞ അത് കടുപ്പല്ലേ? ശ്രദ്ധിക്കേണ്ടതെല്ലാം ഭയങ്കര. അവരെ സംഘടനന്റെ ജമിയത്തുൽ ഉലമക്ക് അങ്ങ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ആര്? ലോകം മൊത്തം ഷിർക്കാക്കി നടക്കുന്ന ബാലുശ്ശേരി. അറിവില്ലാത്തവർ മുന്നിൽ വെച്ച് ഒരു പ്രധാനമായ വിധി മാറ്റിത്തിരുത്തി ഷിർക്കല്ലാത്ത ഷിർക്കാക്കുമ്പോ
പ്രിയപ്പെട്ടവരെ, അള്ള ശിർക്കാക്കാത്തൊരു കാര്യം ശിർക്കാക്കിയാലേ അള്ളാഹ് പങ്കേർക്കലാത്. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത് അമാനുകളിലെ പരിഭാഷ വായിക്ക്. അതായത് ശിർക്കല്ലാത്തൊരു കാര്യം ഒരാൾ ശിർക്കാക്കി, ഒരു നേതാവ്, എന്നിട്ട് അയാളെ കുറെ ആൾ പിന്തുടർന്നു, അത് ശിർക്കാന്ന് വിശ്വസിച്ചു. അവരത് പ്രചരിപ്പിച്ചാൽ അപ്രചരിപ്പിക്കുന്നവർ മുശ്രിക്കാവും. കാരണം അള്ളാന്റെ ഹുക്കുമിൽ പങ്കേർക്കാൻ ആ വിശ്വാസത്തോടെ ചെയ്താൽ. ഇത് ഇവന്റെ മണ്ടക്ക് ശിർക്ക് വന്നപ്പോ അങ്ങോട്ട് പറഞ്ഞതാണ്. ഇവൻ ദൈനംദിന ഇവന്റെ പോലെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ഒരാൾ ആ പ്രസ്ഥാനത്തിലില്ല. എന്നിട്ട് ഇവന്റെ മണ്ടക്ക് ശിർക്ക് വന്നപ്പോൾ പറയാണ്, ശിർക്കല്ലാത്ത ശിർക്കാക്കിയോ നിങ്ങൾ ശിർക്ക് മുശ്രിക്കാവും. അവർക്കൊരു കഥയുമില്ല ശിർക്കിന്. ഈ ബാലുശ്ശേരി മൗലവിക്ക് തീരെ ശിർക്കെന്തെന്ന് അറിയില്ലട്ടാ. ഇവനെ സംഘടനന്റെ എന്തൊരു പ്രശ്നം വന്നപ്പോ ഇവരെ ജമിയത്തുൽ ഉലമന്റെ ഒരു വലിയൊരു മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിച്ചപ്പോ അവര് ആടുന്ന് പറയുന്നുണ്ട്, അത്രേ ഖബറ് കെട്ടിപ്പൊക്കല് ശിർക്ക്. അതിനപ്പുറത്ത് പറഞ്ഞോനാ. പക്ഷെ ബാലുശ്ശേരി തട്ടിപ്പോയി. എന്താ പറയും നിങ്ങള്, ഖബറ് കെട്ടിപ്പൊക്കല് ശിർക്കുന്നോ? ഓനാകെ സഹിക്കാൻ കഴിയാതെ ഇറങ്ങി വന്നാണ്. ഒരു വിഷമം ബേജാറ് പബ്ലിക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പറയണെന്നറിയോ, ഖബറ് കെട്ടി ഉയർത്തൽ തന്നെ ശിർക്കാണ്. ഞാൻ പറഞ്ഞു, പൊന്നാര ഹബീബി എന്താ ഈ പറയുന്നത്? നമ്മുടെ ജമിയത്തുൽ ഉലമന്റെ പണ്ഡിതന്മാർ പോലും അങ്ങനെയല്ലേ പറയുന്നത്? എന്ത് നിങ്ങൾ ശരിക്കും പഠിച്ചോളിട്ടോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പഠിച്ചോളി. ഖബറ് കെട്ടി ഉയർത്തൽ ശിർക്കാണ്. വാദിക്ക മാത്രമല്ല, ഷൗട്ട് ചെയ്ത് എന്നെ ഇരുത്തിച്ചു മുജാഹിദ് സെന്ററിൽ, CD ടവറിൽ. ചോട്ടകളല്ല, ബഡാ നേതാക്കൾ. അപ്പൊ ബഡാ നേതാക്കൾക്ക് വരെ 100 കൊല്ലം പഴക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ ശിർക്ക് തിരിഞ്ഞില്ല. നിങ്ങൾക്കറിയോ, കൊട്ടപ്പുറത്തിന്റെ മണൽത്തരികളെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടപ്പുറം സംവാദത്തിൽ കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ മൗലവി ശിർക്ക്? ആ ചോദ്യത്തിന് മറുപടി പറയാൻ അന്നെന്നല്ല ഇന്നും അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം 8ഉം 10ഉം കഷ്ണമായി ചിന്നിച്ചിതറി സക്കറാത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ കറാമത്താകുന്നു. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന് പല മാനയുണ്ട്. ഉസ്താദിന്റെ അന്നത്തെ ചോദ്യം ഇന്നും നിലനിൽക്കല്ലത്. ഇന്നും നമുക്ക് അഭിമാനത്തിൽ ചോദിക്കാലോ, എന്താ മൗലവി ശിർക്ക്? പറയാൻ കഴിയില്ല. ഈ വിനീതൻ തന്നെ ഉപ്പള മുഖാമുഖം നടക്കുമ്പോ സയ്യിദിയയിൽ പഠിക്കുന്ന സമയത്തെ മൗലവിമാരോട് ചോദിച്ചിട്ടുണ്ട്, കിതാബും കൊണ്ടുപോയി എന്താണ് ശിർക്ക്? അവസാനം അവർ ചെയ്ത പണി എന്തറിയോ? പോലീസിനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കി മുഖാമുഖം നിർത്തിവെച്ചു. യൂട്യൂബിലുണ്ട്. ഉപ്പള മുഖാമുഖം നടിച്ചാൽ പറയില്ല ശിർക്ക് എന്നാലെന്ന് ചോദിച്ചാൽ ഒറ്റ മൗലവിക്കും ഒരു ജാമ്യവും മാന്യവുമായ ഒരു തരീഫ് പറയാൻ കഴിയില്ല അവർക്ക്. ഉറപ്പാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ശിർക്ക്? അവരെ ശിർക്കിന് ഒരു കഥയുമില്ല. ഈ കിതാബ് ശറഹ് നവാഖിദുൽ ഇസ്ലാം, ഇതാരുടെ കിതാബാ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബിന് ഖാലിദ് ഇബ്നു അലിൽ മർദിൽ ഗാമിദി എന്ന് പറയുന്ന ആൾ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. ശറഹ് നവാഖിദുൽ ഇസ്ലാം. ഇതിൽ സാധാരണ ജനങ്ങളൊന്നുമല്ല കാഫിറാക്കിയത്. ഇത് വായിച്ചാൽ ഈമാനുള്ളവൻ കരഞ്ഞു പോകും. ഈ കിതാബില് ഓരോരോ നൂറ്റാണ്ടിലെ മുശ്രിക്കുകളായ കാഫിരീങ്ങളായ ഇമാമിയങ്ങൾ, സാധാരണ നമ്മുടെ നാട്ടില് ആ ഉസ്ത മുശ്രിക്കാണ്, ഈ ഉസ്ത മുശ്രിക്കാണ്, അവർ അൽമനാറിലൊക്കെ എഴുതിയിട്ടുണ്ട്. ശംസുൽ ഉലമ EK ഉസ്താദ്, സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഒക്കെ മുശ്രിക്കാണ് എഴുതിയിട്ടുണ്ട്. അവർ പലപ്പോഴും പറയുന്നതാണ്. ഇതിലതല്ല എഴുതിയത്. ഞാൻ സാമ്പിളിനൊന്ന് വായിക്കാം.
ومن أقدم أئمة الصوفية القبورية സൂഫിയായ ഖബർ ആരാധിക്കുന്ന ആളുകളിൽ പെട്ടതാണ് ആര്? മക്കി ഇബ്നു താലിബ്, അൽ ഖുശൈരി, ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു, അൽ ഗസ്സാലി. ആരാ ഗസ്സാലി? ഇവിടുത്തെ ചെരുപ്പിന്റെ ചേറാകാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ടോ? ഇമാം ഗസ്സാലി എന്നിട്ട് പറയാണ് മിൻ അയിമ്മത്തിൽ ഖുബൂരിയത്തിൽ മുശ്രിക്കത്തി ഫിൽ ഖർനി സാമിൻ, 8ാം നൂറ്റാണ്ടിലെ മുശ്രിക്കുകളായ ഖുബൂരികളായ ഇമാമുമാർ ഇബ്നു ഹാജർ റഹിമഹുല്ലാഹ്, തഖിയുദ്ദീൻ സുബ്കി, അതുപോലെ തന്നെ ഇമാം യാഫിറി, ഇബ്നു ബത്തൂത, ഇമാം തഖ്താസാനി, ഇമാം ബക്കരി. ഓഫിൽ ഖർനി താസി, 8ാം നൂറ്റാണ്ടിലെ 9ാം നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങളായ ഇമാമിയങ്ങൾ ഇമാം ജുർജാനി, ഇമാം ഹുസൈനി, ഇമാം മുഖരി, അബുൽ അബ്ബാസ് സർജി, ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് മുഹമ്മദ് സുലൈമാനുൽ ജസൂലി. തീർന്നില്ലട്ട ഓരോരോ നൂറ്റാണ്ടിലെ കാഫിരീങ്ങളായ ഇമാമിമാരാണെന്ന് ഞങ്ങളെ ഇന്നലകളിൽ ഇസ്ലാം എത്തിച്ചു തന്ന ഒരു കറാഹത്ത് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പ്രഗത്ഭരായ തസവൂഫിന്റെ ഇമാമിനെ കുറിച്ച് പച്ചയായി എഴുതി വെച്ചതാണ്. ഇവർക്ക് ശിർക്കിനുള്ള കഥയുണ്ടോ സുഹൃത്തുക്കളെ? ഇരിക്കട്ടെ, ഞാൻ ഈ സദസ്യർക്ക് വേണ്ടി ഒരു കാര്യം, ഒരു ചെറിയൊരു പഠനം. എന്താണ് പ്രിയമുള്ളവരെ ശിർക്ക്? എന്താണ് ശിർക്ക്? ശറഉൽ ഹഖായിദ്, നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ നാം അവലംബിക്കുന്ന കിതാബാണ് ശറഉൽ ഹഖായിദ്. ഇതിൽ മഹാനായ തഫ്താസാനി ഇമാം പറയുന്നുണ്ട് എന്താണ് ശിർക്ക്. ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹാ. ചിലപ്പോൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പ്രയാസമുണ്ടാവും. എന്നാലും ഇവരെ ഈ ഫിത്നയുടെ മുന്നിൽ, ഏതൊരു വഹാബിന്റെ മുന്നിലും ചങ്കുറപ്പോടെ ചോദിക്കാൻ കഴിയണം, എന്താണ് മൗലവി ശിർക്ക്? പറയാൻ കഴിയും. ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയത്തി വഖവാസിഹാ. എന്താണ്? ആരാധനക്ക് അർഹനാണെന്ന വിഷയത്തിലോ വാജിബുൽ ഉജൂബാണെന്ന വിഷയത്തിലോ, വാജിബുൽ ഉജൂദാണെന്ന വിഷയത്തിലോ, ആരാധനക്ക് അർഹനാണെന്ന വിഷയത്തിലോ ഒരു അള്ളാഹ്ക്ക് പിന്നൊരാളുണ്ട്, ഒരു പങ്കാളിയുണ്ട് എന്ന് സ്ഥിരപ്പെടുത്ത വിശ്വസിക്കും. ഉദാഹരണം പറഞ്ഞ ഒരു അള്ളാഹ് അല്ലാത്ത ഇന്ന മുത്തുനബിക്ക് നിസ്കരിക്കാം, അല്ല മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾക്ക് വേണ്ടി ഒരു 2 റക്അത്ത് ഷേഖ് ജീലാനി, അല്ലാഹു അക്ബർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് വേണ്ടി ഇബാദത്ത് സമർപ്പിക്കാൻ ഒരാൾ വിശ്വസിക്കാം, മുശ്രിക്കായി. അങ്ങനെ വിശ്വസിക്കുന്നവർ ആരും ഇല്ല, അപൂർവങ്ങളായി എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഇല്ല എന്നാ ഞാൻ പറഞ്ഞു. അതുപോലെ ഉണ്ടാകൽ നിർബന്ധാണ്. വാജിബുൽ ഉജൂദ്, അള്ളാഹ്ക്ക് പുറമെ പിന്നൊരാളുണ്ട് എന്നും വിശ്വസിക്കും, അതും ശിർക്കാണ്. ആ ശിർക്ക് മുസ്ലിമീങ്ങളിൽ ഇല്ല, കുറവ് അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെന്താ? ഇനി ഒന്നും പറയുന്നില്ല, അള്ളാഹിന്റെ ചില സിഫത്തുകളുണ്ട്. അള്ളാഹു സ്വന്തമായി കാണുകയാണ്, അള്ളാഹു സ്വന്തമായി കേൾക്കുകയാണ്, അള്ളാഹു സ്വന്തമായി അറിയുകയാണ്. ഇതുപോലെ പിന്നൊരാളും അറിയും. അല്ല എങ്ങനെയാണോ അറിയുന്നത് അതേ അർത്ഥത്തിൽ പിന്നൊരാൾ അറിയും. അതേ അള്ളാഹിന്റെ സിഫത്ത് അതേ അർത്ഥത്തിൽ കൊടുത്താൽ അവ മുശ്രിക്കാവും. അള്ളാഹിന്റെ സിഫത്തിനെ പിന്നൊരാൾക്ക് പ്രയോഗിച്ചാൽ മുശ്രിക്കാവൂല. ഉദാഹരണം പറയാ, അള്ളാഹ് പറഞ്ഞു ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അള്ളാഹു ആരാണ്? റഊഫാണ്, റഹീമാണ്. ആ 2 അള്ളാഹിന്റെ സിഫത്തല്ലേ? അള്ളാഹ് തന്നെ ആ സിഫത്ത് മുത്തുനബിക്ക് പ്രയോഗിച്ചില്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാണുമ്പോ അതേ ആ സിഫത്ത് ഇവിടെയും കാണുന്നു. യഥാർത്ഥത്തിൽ അതേ അർത്ഥത്തിലാണോ? അല്ല, അത് അള്ളാഹ് കൊടുത്തത്, അള്ളാഹിന്റെ സ്വന്തം. അപ്പൊ പറഞ്ഞത് അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ആരാധനക്കർഹനാണെന്ന വിഷയത്തിലോ അസ്തിത്വം നിർബന്ധമാണ് എന്ന വിഷയത്തിലോ അള്ളാഹ് ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തുക,
അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ അതേ അർത്ഥത്തിൽ ചാർത്തി കൊടുക്കുക, പിന്നൊരാൾക്കുണ്ട് എന്ന് വിശ്വസിക്കുക. അത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്ത ശിർക്കാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്, സൗകര്യം പോലെ നമുക്ക് പറയാം. മക്ക മുശ്രിക്കീങ്ങളാണ് ഈ ശിർക്ക് ചെയ്തത്. അവരെന്താ പറഞ്ഞത്? അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ. മുത്തുനബി പറഞ്ഞു, അബൂജഹലേ, അല്ലാഹ് ഏകനാണ്, അല്ലാഹനെ മാത്രം ആരാധിക്കേ. അബൂജഹലിന്റെ ചോദ്യം എന്തറിയോ? അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ, ഞങ്ങളെ ഒരുപാട് ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കുകയാണോ മുഹമ്മദേ? അവർക്ക് ഒന്നിലധികം ദൈവങ്ങൾ. ആ ദൈവങ്ങൾ എന്ന് മാത്രല്ല, അല്ലാഹ് യഥാർത്ഥ ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ആവശ്യമില്ലാത്ത വിധം അവർ അള്ളാഹുവിലൊന്നും വിശ്വസിച്ചിട്ടില്ല. വലിയ ദൈവത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ചെറിയ ദൈവങ്ങളൊക്കെ ശഫാഅത്ത് ചെയ്യും. ഇങ്ങനെ കടുത്ത ശിർക്ക് ചെയ്തവരായിരുന്നു മുശ്രിക്കീങ്ങൾ, മക്ക മുശ്രിക്കീങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ശിർക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടോ? നമുക്ക് ഉറപ്പാണത്. ഖുതുബിയത്ത് ചെല്ലുമ്പോഴോ മൗലിദ് ഓതുമ്പോഴോ റാത്തീബ് നടത്തുമ്പോഴോ മുഹിയുദ്ദീൻ ശേഖിനെ ഒന്നും ആ ശിർക്ക് വരൂല. എന്തുകൊണ്ട് എന്നറിയോ? ഞങ്ങൾക്ക് ആ ഉറപ്പ് തന്നത് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ഷഫീഉനാ റസൂലുള്ളാഹി വല്ലാഹി മാ അഖാഫു അൻ തുശ്രികൂ ബഅദീ. ബുഖാരിയിലും മുസ്ലിമിലും ഒരു 17 തവണ വന്നിട്ടുണ്ടാവും ആ ഹദീസ്. സത്യം പിടിച്ച് കളവ് പറയാത്ത, കളവിന്റെ ലാഞ്ചന പോലും തൊട്ടു തീണ്ടാത്ത മുഹമ്മദിനിൽ മുസ്തഫ മുത്തുനബി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മുത്തുനബിയൊക്കെ സത്യം പറയണമെങ്കിൽ എത്ര കടുപ്പുണ്ടാവും ആ വിഷയം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ അഖാഫു, ഞാൻ ഭയപ്പെടുന്നില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, അൻ തുശ്രികൂ ബഅദീ, എന്റെ ശേഷം വ്യാപകമായ ഒരു സമൂഹം മുഴുവനും ശിർക്കിലേക്ക് പോവുക, അങ്ങനെ ഒരു പേടി എനിക്കില്ല. ആരാ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹി. വഹാബിന്റെ പേടി എന്താ? വഹാബിന്റെ പേടി എന്താ? മുഖ്യധാര മുസ്ലിമീങ്ങളൊക്കെ ശിർക്കിന് പോകുന്നു. ഇവിടെ സുന്നികളാണല്ലോ കൂടുതൽ. മൊത്തത്തിൽ ആഗോളതലത്തിൽ തന്നെ മുഖ്യധാര മുസ്ലിമീങ്ങളല്ലേ. അവർക്ക് സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ പേടി എന്താ? സമൂഹം ശിർക്ക്. മുത്തുനബി എന്താ പറഞ്ഞത്? എന്റെ സമൂഹം മൊത്തത്തിൽ ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ എന്താ നമുക്ക് ഖുതുബിയത്ത് ചെല്ലുന്നത്? എന്താ മൗലിദ് ഓതുന്നതിന്? ഒരു പ്രശ്നമില്ല, ശിർക്ക് വരൂല. ഇത് ഓന്റെ പേടി കേട്ടോളി. നമ്മളെ ബാലുശ്ശേരി പൂർവ്വ മുസ്ലിങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഇസ്ലാമിക സമൂഹത്തിൽ ശിർക്ക് വ്യാപകമാണ്. അവർ മുശ്രിക്കുകളായി പോകുന്നത് അവർ ഭയപ്പെടാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെയുള്ളത്. എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുമോ? അങ്ങനെ വന്നാൽ എന്റെ കാര്യം കഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത്. കുറെ മൗലവിമാർ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന മൗലവിമാർ ശിർക്ക അവർക്ക് പേടി. ഞങ്ങൾക്ക് നിങ്ങളെ ഈ ഏതെങ്കിലും വിശ്വാസമില്ലാത്ത വഹാബികളെ വാക്ക് കേൾക്കണോ? മൂജിസത്തിന്റെ നാവ് കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, മക്കളെ, എന്റെ ഉമ്മത്തിൽ വ്യാപകമായി ശിർക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഈ ഹദീസ് ശറഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് എന്താണെന്നറിയോ? വഫീ ഹാദൽ ഹദീസി മുഅ്ജിസാതു ലിറസൂലില്ലാഹി. ഇത് മുത്തുനബിന്റെ ഒരു മുഅ്ജിസത്തും കൂടിയാണ്. മുത്തുനബിന്റെ ഒരു ഇസ്സത്താണത്. കാരണം എന്തേ? വർഷങ്ങളോളം ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ തൗഹീദിന്റെ പതാക പാറിപ്പറപ്പിച്ച മുഹമ്മദിനിൽ മുസ്തഫ, ഷിർക്കിന്റെ കൂടാരങ്ങളിൽ, ഷിർക്കിന്റെ മുശ്രിക്കിന്റെ കേന്ദ്രങ്ങളിൽ വലിയ വലിയ മുശ്രിക്കീങ്ങളെ ലോകം കണ്ട ആത്മീയ നേതാക്കളാക്കി മാറ്റിയെടുത്ത മുഹമ്മദിനിൽ മുസ്തഫ പടപൊരുതി ജയിച്ചു വന്നതാ ഞങ്ങളെ മുത്ത് റസൂലുള്ളാഹി. ഷിർക്ക് വരോ? അത് മുസ്ലിം ഉമ്മത്തിൽ വരോ? അപൂർവമായിട്ടില്ല എന്നല്ല.
അങ്ങനെ വരൂന്ന് പറഞ്ഞ ഹദീസും ഈ ഹദീസും വെച്ച് ഇമാമിങ്ങൾ ചർച്ച ചെയ്തു. അതിന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പറഞ്ഞതിന്റെ മഅന മൊത്തത്തിൽ ഒരു സമൂഹം ശിർക്കിലേക്ക് പോകും. അപ്പൊ ഇവർ പറയുന്നത് മൊത്തത്തിൽ മുസ്ലിം മുഖ്യധാര സുന്നികളല്ലേ? നിങ്ങളെ കണക്ക് പ്രകാരം നമ്മുടെ സുന്നി പള്ളികളിൽ എല്ലാ വെള്ളിയാഴ്ച രാത്രിയും അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അത് പറയാത്ത സുന്നി പള്ളിയുണ്ടോ? അപ്പൊ എത്ര മുശ്രിക്ക ദൈനംദിനം ഖുതുബിയത്തും റാത്തീബും നടക്കാത്ത വീടുകളുണ്ടോ? അപ്പൊ മുത്തുനബി പറഞ്ഞത് കളവാവണ്ടേ, ശിർക്ക് വരൂല? കളവാവൂല, കാരണം അത് ശിർക്കല്ല. ഖുതുബിയത്തും റാത്തീബും എത്ര വർഷം നടത്തിയാലും ശിർക്കാവൂല. എന്റെ ഉമ്മത്തിൽ ആ ശിർക്ക് വരും. പിന്നൊരു ധൈര്യം എന്തറിയോ, ഈ മുസ്ലിമീങ്ങൾക്ക് സുന്നി സമൂഹത്തിന് നിങ്ങൾ പറയുന്ന ശിർക്കിന് ഒരു രൂപയുടെ വില പോലുമില്ല എന്നതിന് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ തെളിവെന്തറിയോ, മുത്തുനബിയുടെ ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന പിന്നൊരു ഹദീസാണ്. എന്താണത്? നാളെ എല്ലാവരും മഹ്ശറയിലെത്തിയാൽ ആദം നബിയുടെ അടുത്തേക്ക് ശഫാഅത്തിന് ചോദിച്ചുകൊണ്ട് പോകും. ആദം നബി പറയും, ഞാനൊരു പഴം തിന്ന വിഷയത്തിൽ അതവരെ വിനയം കൊണ്ട് പറയാം, ഞാൻ കുറച്ചോ, നിങ്ങൾ വേറെ അങ്ങോട്ട്. അതാ നൂഹ് നബിന്റെ അടുത്ത് പോകും, ഇബ്രാഹിം നബിന്റെ, അവരൊക്കെ ഒഴിഞ്ഞു മാറും. അപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയും, നമുക്ക് ശഫാഅത്ത് ചെയ്യണേ. ഈസാ നബി പറയും, എന്നോട് എന്നെ ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെട്ടു, എന്നെ ആരാധിച്ചിട്ടുണ്ട്, ഞാനത് ഉത്തരവാദിയൊന്നുമല്ല. എന്നെ ഒരു വിഭാഗം, ഒരു സമൂഹം ക്രിസ്ത്യാനികൾ ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു കുറവ് പോലത്തെ കുറവൊന്നുമല്ല കേട്ടാ. ഈസാ നബിനെ ഇവരാരാധിച്ച ഈസാ നബി എന്താക്കാനാ? അപ്പൊ ഈസാ നബി വിനയത്തിന് പറയാണ്, പക്ഷേ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ഒരു നേതാവുണ്ട്, അതവിടെ. ലൈസ അലൈഹി ദംബുൻ ശഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കൽ പോലും ആരാധിക്കപ്പെടാത്ത നേതാവ് അതവിടെ പോയി ശഫാഅത്ത് ചോദിച്ചോ, മഹാനായ ഈസാ അലൈഹിസ്സലാം. അപ്പൊ പിന്നെ ഇസ്തിഗാസയും തവസ്സുലും റസൂലുള്ളാഹിനെ വിളിച്ച ഇവർ പറയുന്നത് എന്താ? യാ റസൂലുള്ളാഹിനെ വിളിച്ച മുത്തുനബിനെ ആരാധിച്ചു. മുത്തുനബി ഈസാ നബി എന്താ പറയുന്നത്? ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ, തീരെ മുത്തുനബിനെ ആരാധിക്കപ്പെട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും മുത്തുനബിനെ അള്ളാഹ് വിചാരിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലല്ല, അത് അപൂർവ സംഭവമാണ്. അത് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ അത് പറയുന്നുണ്ട്. മൊത്തത്തിലാണ് നമ്മൾ വിലയിരുത്തൽ. അപ്പൊ ഈ രണ്ട് ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇവരെ ശിർക്കാണ്, ഒരു വിലയും അതിലില്ല. അപ്പൊ നമുക്ക് ധൈര്യത്തിൽ ഇസ്തിഗാസയും തവസ്സുലും മൗലൂദും റാത്തീബും ഉഷാറിൽ നടത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സമൂഹത്തോട് ശിർക്കിന്റെ ഗൗരവം പറയേണ്ടതില്ല. നമ്മളുടെ വിശ്വാസം അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾ. അത് ഏതെങ്കിലും ഹദീസും ആയത്തും നോക്കിയിട്ടല്ല, ഇന്നലകളിൽ ജീവിച്ചു വന്ന നമ്മുടെ ഉസ്താദന്മാരെ കണ്ട് നമ്മൾ പഠിച്ചതല്ല ആ വിശ്വാസം, അല്ലേ? ഇന്നലകളിൽ കടന്നു വന്ന മഹാന്മാരിലൂടെ അല്ലേ ആ വിശ്വാസം ഞാൻ പഠിച്ചത്. അതുകൊണ്ട് നമ്മുടെ കറകളഞ്ഞ വിശ്വാസമുള്ള അഹ്ലുസുന്നയുടെ മക്കളാകണം. എന്താ അഹ്ലുസുന്നയുടെ വിശ്വാസം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്. എന്തൊരു വിശ്വാസം! അല്ലാഹ്ക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇതാരാ നമ്മുടെ സുന്നി സമൂഹത്തിൽ വിശ്വസിക്കാത്തത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹയ്യാലസ് സ്വലാ എന്ന് പറയുമ്പോഴും ഒരു മുസ്ലിം പറയുന്ന ദിക്റല്ലേ അത്? എന്താ മാന? നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോഴും ഒരു മുഅ്മിനിന്റെ മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞങ്ങൾക്ക് വരാനുള്ള കഴിവൊന്നും നമുക്കില്ല, നീ തന്നിട്ടല്ലാതെ. അവിടെ പോലും കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. എന്തൊരു കറകളഞ്ഞ തൗഹീദാ നമ്മൾ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഏത് മുഖേന, ഏത് വിധത്തിൽ, ആര് മുഖേന, എങ്ങനെ നമുക്ക് സഹായം ലഭിച്ചാലും ആ സഹായിച്ചതിന്റെ ഉടമ ജഗനിയന്താവായ റബ്ബാണ്. അത് കിട്ടാൻ കുറെ കാരണങ്ങളുണ്ട്. മൂത്ത് നബിമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ഉമ്മയുണ്ടാവും, വാപ്പയുണ്ടാവും, ഔലിയാക്കളുണ്ടാവും. അത് നമുക്ക് വിഷയമല്ല. അതെല്ലാം കിട്ടാനുള്ള അതിന്റെ അടിസ്ഥാനം അത് എവിടെ നിന്ന് കിട്ടി? അല്ലാഹുവിൽ നിന്ന്. എത്ര കറകളെന്ന വിശ്വാസം! അല്ലാഹു ആ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ഷാലിന് രണ്ടാമത്തെ വിഷയത്തിൽ കടക്കാം. ഇത് ആരെ സ്വഭാവമാണെന്നാ പറഞ്ഞത്? ഈ ഷിർക്ക് എന്ന് പറയുന്നത് അത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഇനി